എല്ലാവർക്കും പഴയതുപോലെ തന്നെ പിന്നെയും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഇത് നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. 1-2 ഷോർട്ട് വീഡിയോ മുൻപ് ഇട്ടായിരുന്നു കേട്ടോ. ന്യൂ ഇയറിൻ്റെ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാൻ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഹാപ്പി ന്യൂ ഇയർ ആ ഒരു ടൈമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ശ്രദ്ധിക്കാത്തതുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഹാപ്പി ന്യൂ ഇയർ പറയുന്നതാണ്. അപ്പോൾ രാവിലെ ഒരു 7:15 അടുക്കളയിലോട്ട് അങ്ങ് കയറിയപ്പോഴത്തേക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇടിയപ്പവും പിന്നെ കുക്കറിൽ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം കുക്കറിനകത്തോട്ട് മുട്ട വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. 1-2 കമൻറ്റൊക്കെ കണ്ടായിരുന്നു നമ്മുടെ അടുക്കള ജോലി രാവിലെ എങ്ങനെ എളുപ്പത്തിൽ തീർക്കുന്നതെന്ന് കേട്ടോ. ഞാൻ ഇന്ന് കിച്ചണിലോട്ട് കയറിയ ടൈം 7:15 അപ്പോൾ 7:15 എനിക്ക് തലേന്ന് പ്ലാനിങ് ഉണ്ടായിരുന്നു. രാവിലെ ഇന്ന ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ. എനിക്ക് പ്ലാനിങ്ങിലും ഇവിടുത്തെ 2 മക്കൾ തലേദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചോദിക്കും രാവിലെ എന്നാ കഴിക്കാൻ ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ. അതൊന്ന് പറഞ്ഞു കൊടുത്താലാണ് പിന്നെ സമാധാനമായിട്ട് ഉറങ്ങുക. അപ്പോൾ ഇന്നതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് എനിക്കറിയാം. അപ്പോൾ ഏകദേശം അതിന് എത്ര ടൈം വേണം അതും അറിയാം. അപ്പോൾ ആ ഒരു ടൈം കണക്കാക്കിയിട്ടാണ് എഴുന്നേൽക്കുക കേട്ടോ രാവിലെ. പിന്നെ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം രാവിലെ തിരക്കിട്ട പണികളോ അത്യാവശ്യപ്പെട്ട പണികളോ ഒന്നുമില്ല. എന്നാലും ഒരു 4 മിനിറ്റിനുള്ളിൽ ഒരു 3 പണിയെങ്കിലും ചെയ്ത് തീർക്കുക ഞാൻ നോക്കലുണ്ട് കേട്ടോ. ഈ അടുപ്പിൽ നിന്ന് കത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഇത് തലേദിവസം തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചു. ചാരമെല്ലാം വാരിക്കളഞ്ഞു. അടുപ്പൊന്ന് തുടച്ചൊക്കെ ഇട്ടു. പിന്നെ അത് കത്തിക്കാനുള്ള വിറക് ചൂട്ടെല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കുന്നതെന്ന് അറിയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടുന്ന ഉള്ളിയെല്ലാം തൊലി കളഞ്ഞിട്ട് അത് ഫ്രിഡ്ജിലാക്കി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് രാവിലെ എഴുന്നേറ്റ് അരിഞ്ഞെടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ അത് ഒന്ന് തണുത്തിട്ട് വേണം അതിൻ്റെ തോടൊക്കെ മാറ്റാനായിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അതിന് വേണ്ടുന്ന ഉള്ളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. കുക്കറിൽ തന്നെയാണ് വേവിക്കുന്നത്. എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയായിട്ട് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി ഉപ്പൊക്കെ ഇട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും മുളക് പൊടിയും കുരുമുളകും ഇത്രയാട്ടോ ചേർത്തേക്കുന്നത്. വേറെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല. ഇനി 1-2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 വിസിലടിച്ചെടുക്കും കേട്ടോ. അപ്പം ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അലിഞ്ഞ് അങ്ങ് കിടക്കും കേട്ടോ ഉള്ളിയൊക്കെ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. ആ ഒരു വിസിൽ പോകുന്ന സമയം കൊണ്ട് നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തോട് മാറ്റിയിടുകയാണ്. അപ്പോൾ ഞാൻ ഓരോ പണി കഴിഞ്ഞിട്ടും അങ്ങനെ വെറുതെ നിൽക്കുന്നില്ല കേട്ടോ. ഒരു അത്രയും മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണികൾ മാക്സിമം ചെയ്യും. പിന്നെ തലേദിവസം പാത്രങ്ങളെല്ലാം കഴുകി വെച്ചേക്കുന്നതുകൊണ്ട് ഒരു പാത്രം കഴുകാനായിട്ടില്ല. നമുക്ക് ഓരോ ആവശ്യത്തിന് എടുക്കേണ്ട പാത്രങ്ങൾ കഴുകിയാണല്ലോ ഇരിക്കുന്നത്. അത് ആ വെക്കുന്ന സ്ഥലത്ത് തന്നെയാണ് സ്ഥിരം വെക്കുന്നത്. അതുകൊണ്ട് അത് ഇന്ന സ്ഥലത്താണെന്നറിയാം. അപ്പോൾ അതെല്ലാം പോയി ആവശ്യത്തിന് എടുക്കും. പിന്നെ നമുക്ക് തേങ്ങയൊക്കെ എന്തായാലും രാവിലെ വേണമല്ലോ. അത്യാവശ്യം കറികൾക്കും കാര്യങ്ങൾക്കൊക്കെ തേങ്ങ വേണമല്ലോ. അപ്പോൾ അത് തലേദിവസം തന്നെ ഞാൻ ചിരണ്ടി ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ചേക്കും. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ. പിന്നെ ചില സമയത്തൊക്കെ കൂടുതലായിട്ട് തേങ്ങ ചിരണ്ടി ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട്. എപ്പോഴൊന്നുമില്ല, ഓരോ മൂഡ് പോലെ അങ്ങനെയാണ് കേട്ടോ. ഇതിപ്പം ഇന്നലെ തലേന്ന് ചിരണ്ടി വെച്ചിരുന്ന തേങ്ങയാണ്, ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്, അതെടുത്തു. ഇനിയിപ്പോൾ നൂൽപുട്ടൊക്കെ അപ്പച്ചെമ്പിലോട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് വേകുന്ന സമയത്ത് ഞാൻ അവിടെ വെറുതെ നിൽക്കുന്നില്ല കേട്ടോ. ആ ഒരു സമയത്ത് ചായക്കുള്ള പാലൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അത് കറിയൊക്കെ ഒന്ന് അടച്ച് പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. ചായ തിളച്ചൊന്നു അരിച്ചെടുത്തു. പിന്നെ ഇതിനിടയിൽ ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾ നേരത്തെ കഴിച്ചു, പിന്നെ ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഫുഡ് കഴിക്കലും രാവിലെ ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളും കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ പിന്നെ തിരക്കിട്ടൊരു ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സാവകാശ പാത്രമൊക്കെ കഴുകിയെടുക്കുന്നെങ്കിൽ അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് വെക്കൽ, ഒന്ന് നനച്ചാട്ടാണ് വെക്കൽ. അപ്പോൾ കഴുകിയെടുക്കുന്ന സമയത്തൊക്കെ എളുപ്പമുണ്ടാവുമല്ലോ. പിന്നെ അങ്ങ് തേച്ച് കഴുകി പെട്ടെന്ന് വേസ്റ്റ് മാറ്റാൻ നിൽക്കേണ്ട, കഴുകി എടുക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ പിടിപ്പത് പണികൾ. ഇനിയിപ്പം നമുക്ക് കറികളാണ് വെക്കാനുള്ളത്, ചോറിനുള്ളത്. ചോറ് ഓൾറെഡി അടുപ്പിൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു കറികളൊക്കെ വെക്കാനായിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ടൈം മതി. അപ്പോൾ ഇതോടെ രാവിലത്തെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ പാത്രം കഴുകുന്നത് രാത്രിയിലാണ് കേട്ടോ ഞാൻ കഴുകുന്നത്. രാത്രിയിൽ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഫുഡ് കഴിച്ച പാത്രങ്ങൾ, കറി വെച്ച പാത്രങ്ങൾ അങ്ങനെയൊക്കെ കുറച്ചധികം കഴുകാനുണ്ടാവും. അപ്പോൾ ഈ ഒരു പാത്രം കഴുകൽ കഴിഞ്ഞിട്ട് ഈ ഒരു സിങ്കൊക്കെ ക്ലീൻ ചെയ്തിടുന്നുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്ത് തുടച്ചൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഇനി ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് കഴുകാൻ വരുമ്പോൾ ഇത് നല്ല നീറ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് അതേപോലെ തന്നെ ആക്കിയിടും. തുടച്ച് വെള്ളമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ തുടച്ചിടും കേട്ടോ. ഇനിയിപ്പം ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയത്ത് അവനവൻ കഴിച്ച പാത്രം അവരവർ തന്നെ കഴുകുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് സിങ്ക് അതേപോലെ കിടക്കണമെങ്കിൽ ഞാൻ അങ്ങനെ ക്ലീൻ ഇട്ടാൽ അതേപോലെ അവർ ഇടുകയുള്ളേ. പിന്നെ വന്നിട്ട് ടേബിളും തുടച്ചിട്ടു. ഇനി ഇവിടെ ഫുഡ് ഉച്ചയ്ക്കാണ് കഴിക്കുന്നത്. അപ്പോൾ അതുവരെ ഒരു ടേബിൾ അങ്ങനെ അലങ്കോലമാക്കിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് അതങ്ങനെ തുടച്ച് നീറ്റാക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ജോലി എൻ്റെ അടുക്കളത്തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറി. അപ്പോൾ താഴെ ഒരു വീട്ടുകാർ കുറച്ച് പച്ചക്കറി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളത് പറിക്കണം, പിന്നെ എനിക്ക് കറി വെക്കാനുള്ളത് പറിക്കണം. അപ്പോൾ ഇതൊരു ജോലിയല്ല കേട്ടോ, ഇതൊരു മാനസിക ഉല്ലാസം എന്നൊക്കെ പറയില്ല, അതിൻ്റെ ഒരു ഭാഗമാണ്. ഇത് നട്ട് വെച്ച് കഴിയുമ്പം അത് പറിച്ചെടുക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. പിന്നെ കറിയും കൂടെ വെച്ച് കഴിയുമ്പോൾ പറയണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കുമ്പം ഈ ഒരു സന്തോഷമൊന്നും നമുക്ക് കിട്ടത്തില്ല കേട്ടോ. നട്ട് വെച്ച് കഴിയുമ്പം
പ്രത്യേകിച്ചൊരു സന്തോഷം കേട്ടോ. അപ്പോൾ ഒരു 150 രൂപയുടെ അടുത്ത് പച്ചക്കറി ഉണ്ട്. അപ്പോൾ ഈ ഒരു കുമ്പളങ്ങയുടെ പകുതി മതി എന്ന് പറഞ്ഞു. പകുതി ഞാനിപ്പം കറി വെക്കാനായിട്ട് എടുക്കും. പിന്നെ പാവയ്ക്കയും പയറും ആ ഒരു വാളരിപ്പയറൊക്കെ കേട്ടോ, ഓർഗാനിക് ആയതുകൊണ്ട് അവർ മേടിക്കുന്നതാണ്. ഒരു 150 രൂപയുടെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പൈസയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും ഞാനിങ്ങനെ നട്ടു വെക്കുന്നതൊക്കെ അവർ കാണലുണ്ട്, അതുകൊണ്ട് എനിക്ക് തരും കേട്ടോ. പാവയ്ക്ക ഉണ്ടായിരുന്നു, അതും കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട്. ഒരു 3-4 പാവയ്ക്കയൊക്കെ മതി എന്ന് പറഞ്ഞു കേട്ടോ. പാവയ്ക്കൊക്കെ ഒരു 2-3 ചോടൊക്കെ നട്ടിട്ടുള്ളൂ, പക്ഷെ നിറച്ചും പൂവിട്ടിട്ട് കാ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ കവറിടാനുള്ള മടിക്കൊക്കെ കുറേയൊക്കെ കവറിടാതെ വെക്കും. കവറിട്ടതൊക്കെയാണ് കിട്ടുന്നത്, ബാക്കിയൊക്കെ ഈച്ച കുത്തി പോകും കേട്ടോ. എല്ലാം തിരഞ്ഞൊന്നും പിടിച്ച് കവറിടുന്നില്ല കേട്ടോ. പറ്റുന്നതൊക്കെ കവറിട്ട് വെക്കും, അങ്ങനെയാണ്. പിന്നെ 1-2 വെള്ളരിക്കയുണ്ട്, അത് എന്തോ കറി വെക്കാനായിട്ട് അതും പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പയർ ഇനി പറിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മോളങ്ങാണ്ടാണ് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. പിള്ളേരോടൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് തരാൻ പറയുമ്പോഴത്തേക്കും പിന്നെ അവർ അന്താരാഷ്ട്ര ക്യാമറമാന്മാരാണെന്ന് വിചാരം കേട്ടോ. ഒന്ന് കെഞ്ചണം, ട്രൈപോഡും കൊണ്ട് ഈ പറമ്പിലോട്ടൊന്നും വരാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് അവരോടൊന്നും വീഡിയോ ഒന്ന് പിടിച്ചു തരാൻ പറയുമ്പോൾ ഒരു 10 പ്രാവശ്യം പറഞ്ഞിട്ടൊക്കെയാണ് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, വീഡിയോ ഒക്കെ ഒന്ന് ഇങ്ങോട്ട് കാണിക്കുക അങ്ങോട്ട് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അതിൻ്റെ കുലുക്കൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ ആ പയർ പറിച്ചെടുത്തിട്ട് ഉണ്ട്. പയറൊക്കെ ഈ നട്ടത് ഏകദേശം പോകാറായിട്ടുണ്ടെന്ന് തോന്നി. ഇനിയിപ്പോൾ അത് കായ്ക്കുമെന്നറിയില്ല, എന്നാലും കായ്ക്കുണ്ട് കേട്ടോ അത്യാവശ്യം. പിന്നെ ഇത് കണ്ടോ, ഇത് തൊമരപ്പയറോ, ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട്, ആ ഒരു പയറാണ് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പച്ചക്കറിയാണ് അവർക്ക് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതാ ചോറിന് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ വെക്കാനായിട്ട് തുടങ്ങുകയാണ്. ചിപ്പിക്കൂൺ തോരനാണ് കേട്ടോ വെക്കുന്നത്. ഇത് കടയിൽ നിന്ന് മേടിച്ചതാണ്, നമ്മളിവിടെ ഉണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ. ഇതിൻ്റെ ബെഡ് നിറയ്ക്കാനൊക്കെ എനിക്കറിയാം. പിന്നെ അതിൻ്റെ വിത്ത് ഓൺലൈനിൽ നിന്ന് മേടിച്ചാലും അത്യാവശ്യം നല്ലൊരു റേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഏകദേശം 2 ബെഡ് നിറയ്ക്കാനുള്ളത് ഉണ്ടാവുള്ളൂ കേട്ടോ. 130 120 അങ്ങാണ്ട് വരുന്നുണ്ട് റേറ്റ്. 2 ബെഡ് നിറയ്ക്കാനുള്ളതായിട്ടോ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ അറിയുന്നവരുടെ നിന്ന് അറിയാതെ മേടിക്കുവാണെങ്കിൽ ചെറിയ പൈസ കിട്ടും. പിന്നെ ഈ കൂണ് കൊടുത്തവരോട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ വിത്തും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. പിന്നെ അവർ ജീവിക്കാനായിട്ട് ചെയ്യുന്ന പ്രവൃത്തി പിന്നെ നമ്മളത് ചെയ്യണ്ടല്ലോ, കടയിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ തോരനാട്ടോ വെച്ചേക്കുന്ന കൂണ്. ഈ കൂണ് മസാല ഒക്കെ ഇട്ടിട്ട് സബോളയൊക്കെ വഴറ്റിയിട്ട് അങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷെ മക്കൾക്ക് തോരൻ വെക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ അയലമീൻ ഉണ്ടായിരുന്നു, അത് വാർത്തെടുത്തു. പിന്നെ മോരിനുള്ള കുമ്പളങ്ങ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൊടി കണ്ടോ, നാച്ചുറൽ പൗഡറാണ്. ഞാൻ ഈ ഓവർ വെയിറ്റ് കൂടാതിരിക്കാനൊക്കെ ആയിട്ട് ഈ കുമ്പളങ്ങ നീരൊക്കെ മാസത്തിൽ 1-2 പ്രാവശ്യം കഴിക്കലുണ്ട് കേട്ടോ. ഇവിടെ ഇല്ലെങ്കിലും കടയിൽ നിന്ന് മേടിച്ചിട്ടായാലും കുമ്പളങ്ങയുടെ നീര് അങ്ങനെ കുടിക്കലുള്ളതാണ് കേട്ടോ, ജ്യൂസാക്കിയിട്ട് കുടിക്കലുള്ളതാണ്. ഒരു ചെറിയ പീസൊക്കെ എടുത്തിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള പീസൊക്കെ എടുത്തിട്ട് ജ്യൂസാക്കിയിട്ട് ഒരു മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ അത്രയും മതി കേട്ടോ, നമുക്ക് ഓവർ വെയിറ്റൊക്കെ കൂടാതിരുന്നോളും. അങ്ങനത്തെ കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കുവാണേ. ഇനി കറിക്ക് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒരു പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തു. ഇനി അതിലേക്ക് നല്ല പുളിയുള്ള മോരും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഉടയ്ക്കുന്നൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ഒഴിച്ചിട്ട് തിളയ്ക്കാൻ നിൽക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നുള്ളൂ. വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി കടുക് താളിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഉലുവ ഇട്ടു. പിന്നെ കടുക്, വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി, കറിവേപ്പില ഇത്രയിട്ട് മൂപ്പിച്ചതിന് ശേഷം 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ എടുത്തില്ല കേട്ടോ, ചെറിയ സ്പൂൺ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതാ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി സമയമൊക്കെ ഒത്തിരി ബാക്കിയുണ്ട് കേട്ടോ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി മിക്സി അരയ്ക്കാനെടുത്ത് കിച്ചൺ ക്യാബിൻ്റെ അടിയിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ ഒരു മെയിൻ കിച്ചണിൽ വിസിബിളായിട്ടുള്ള എല്ലാം അത്യാവശ്യം കാണാത്ത രീതിയിൽ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അന്നേരമാണ് കിച്ചൺ ഒരു നീറ്റായിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നാറ് കേട്ടോ. അപ്പോൾ ഇതാ കിച്ചണെല്ലാം തുടച്ചിടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കുക്കിംഗ് ഒന്നും ഉടനെ ഇല്ല, വൈകിട്ട് എന്തെങ്കിലും ചൂടാക്കാനോ വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൂ. അപ്പോൾ അതുവരെ ഈ കിച്ചൺ ഇങ്ങനെ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അതങ്ങനെ ക്ലീൻ ചെയ്തിടുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊരു ഇതിങ്ങനെ ക്ലീൻ ചെയ്തിടുമ്പോൾ തന്നെ നല്ലൊരു പകുതി വൃത്തിയായി കേട്ടോ വീടിന്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് പെരയൊക്കെ തുടക്കൽ, അടിച്ചു വാരൽ അങ്ങനെയൊക്കെ ഉള്ള ജോലികളുണ്ട്. അപ്പോൾ ക്ലീനിങ് ഇനിയിപ്പോൾ ഇവിടെ തുടങ്ങുകയാണ്.
காதல் பூக்கும் என் காதலனே என் காதலனே என் நெஞ்சில காதல் பூக்கும் வீசி போன புயலில் என் வார்க சாயவில்லை ഒരു പട്ടാമ്പൂച്ചി മോത അത് പട്ടണ സാய்ந்து തടി എന്തൻ കാത് சொல்லு என் இதயம் கையில் வைத்தே நீ தாண்டி போன போது அது தரையில் வீண்ட தடி മണ്ണിലെ മണ്ണിലെ എൻ இதயம் തുള്ളതടി ഓരോ തുടുപ്പിലും മുൻപ് സൊല്ലതടി. ഈ കൊച്ചിൻ്റെ പേര് ജൂഡ് ഫ്രീഡ എന്നട്ടോ, അപ്പുറത്തെ വീട്ടിലാണ്. അപ്പോൾ ഞാനൊരു പാട്ട് പാടിത്തരുമെന്ന് വെറുതെ ചോദിച്ചോളൂ കേട്ടോ. ആ സ്പോട്ടിൽ തന്നെ പാട്ട് പാടി തന്നു കേട്ടോ. അപ്പോൾ മൊബൈൽ ഓണാക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല. പിന്നെ ഞാൻ രണ്ടാമതൊന്നും കൂടെ പാടിച്ചതാണ് കേട്ടോ തുടക്കം തൊട്ട്. അങ്ങനെ ചോദിച്ചതേ പാടി തന്നു കേട്ടോ. ഇനി നമ്മുടെ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ വെന്തത് വാർത്ത് പിന്നെ ഈ ഒരു സൈഡിലെ മിറ്റമൊക്കെ ഒന്ന് തൂത്തിടുന്നുണ്ട്. നല്ല കാറ്റാണ്, തൂക്കാനൊന്നും പറ്റില്ല. നന്നായിട്ട് ഇലയൊക്കെ റബ്ബറിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞ് ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അലക്കിയ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാനായിട്ട് തൂത്തിടുവാണേ. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഈ വീഡിയോയും വിശേഷങ്ങളെല്ലാം. പുതിയ വീഡിയോ ഉടനെ ഇടാം, ഡെയിലി വീഡിയോ ഇടാമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ന്യൂ ഇയർ ആയതുകൊണ്ട് കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കുന്നില്ല. എന്നാലും അധികം താമസിയാതെ തന്നെ വീഡിയോ ഇടാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര നേരം വീഡിയോ ഉണ്ട്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.